നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യേണ്ട, നമുക്ക് റീതിങ്ക് ചെയ്യേണ്ട, ഓവർ തിങ്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാവരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുക. അപ്പോൾ നമ്മളും ആ ഒരു സിസ്റ്റമായിട്ട് നമ്മളങ്ങ് അഡാപ്റ്റ് ആയിക്കോളും. നമ്മളതിനൊക്കെ ഓവർകം ചെയ്ത് വരാൻ പഠിക്കും. എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് കുറച്ച് ക്ലാസ്സൊക്കെ കിട്ടി. അതിൽ ഒരു തെറ്റ് വരാണ്ട് നോക്കുക. അപ്പം ഈ ചാപ്റ്റേഴ്സ്, ഈ 12 ചാപ്റ്റേഴ്സ് നമുക്ക് എന്താക്കും, പക്കയാവും. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഗ്രോത്ത് തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിപ്പ് വരും. അങ്ങനെ നമ്മുടെ മാക്സിമം എത്രയാണോ അത്രയും നമ്മൾ കഷ്ടപ്പെടുക. ഞാൻ ഒരു റിപ്പീറ്ററാണ്. അപ്പോൾ എനിക്ക് ഇനീഷ്യലി എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് തന്നെ. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുള്ള നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു വർഷം ലോസ് ആയതിൻ്റെ ഒരു പേടിയും അങ്ങനെ കുറച്ച് മൈൻഡൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇങ്ങോട്ട് സെക്കൻഡ് റിപ്പീറ്റിന് വരുന്നത്. ഞാനൊക്കെ ബേസിക് മാത്സ് പോലും അത്ര ഇല്ലാണ്ട് വന്നതാണ്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് കുറച്ച് ക്ലാസ്സൊക്കെ കിട്ടി. ആഷിഖ് സാറിൻ്റെ ബേസിക് മാത്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ പറയുമ്പം നമുക്ക് എല്ലാത്തിനും ഷെഡ്യൂളുണ്ട്. ഓരോ ടൈം ലിമിറ്റ് വെച്ച് തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് കയറി. ഫസ്റ്റൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നല്ല സ്ട്രഗിൾ ഉണ്ട്, സ്ട്രെസ്സും ഉണ്ട്. നമ്മളതിനൊക്കെ ഓവർകം ചെയ്ത് വരാൻ പഠിക്കും. ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഫുൾ പഠിക്കുകയാണ്. രാവിലെ മോർണിംഗ് ബാച്ച്, നൈറ്റ് ബാച്ച്, അങ്ങനെ 2 ഷിഫ്റ്റ് ഉണ്ട്. അപ്പം മോർണിംഗ് ബാച്ചിലൊക്കെ രാവിലെ ഏർലി മോർണിംഗ് എണീച്ചാൽ അത്രയും ടൈം പഠിക്കാൻ പറ്റും, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ. ഇവിടെ വന്ന ഒരു ടൈമിൽ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മെയിൻ എക്സാം വരുന്നത് 3 hours വരുന്നത്. പക്ഷേ ഇവിടെ അത് ഒരു 15 minutes കുറച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, 180 questions. അപ്പോൾ അത് ടൈം മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എക്സാമിൽ കുറേ തെറ്റിപ്പോയാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ടെൻഷൻ കയറിയിട്ട് ആകെ ചിലപ്പോൾ 2 ദിവസം അങ്ങ് പോകും. അങ്ങനെയായിരിക്കും നമ്മളൊരു മോർണിംഗ് മീറ്റിങ്ങിലേക്ക് വരുന്നത്. മോർണിംഗ് മീറ്റിംഗ് സാറ് പറയും ഇതിൻ്റെ ആവശ്യമില്ല, ഇതല്ല നീറ്റ്, ഇനിയും എക്സാമുകൾ ഒരുപാട് എഴുതാനുണ്ട്. അപ്പം ഇപ്പോഴുള്ള നമ്മൾ അല്ലായിരിക്കും നാളെ. ആഷിഖ് സാറിൻ്റെ മീറ്റിംഗ് ആണ് ശരിക്കും ഒരു ഡേ തുടങ്ങാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ നമുക്ക് എന്തോ മിസ്സായ പോലെ ആയിരിക്കും ഒരു ദിവസം. അതിൽ ആഷിഖ് സാർ ഇങ്ങനെ പറഞ്ഞു തരും, ഇപ്പം ഇങ്ങനെ പോയാൽ മതി, ഈ ഒരു പേസിൽ ഇങ്ങനെ പോയാൽ മതി. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡായി. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ്. സെൻസിബിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതായത് നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യേണ്ട, നമുക്ക് റീതിങ്ക് ചെയ്യേണ്ട, ഓവർ തിങ്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. റെസിഡൻഷ്യൽ ആവുന്നതുകൊണ്ട് ട്രാവൽ ചെയ്തിട്ടില്ല ഒന്നാമത്. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയ ടൈമിൽ ക്ലാസ് വരാം. എല്ലാവരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുക. അപ്പോൾ നമ്മളും ആ ഒരു സിസ്റ്റമായിട്ട് നമ്മളങ്ങ് അഡാപ്റ്റ് ആയിക്കോളും. നമുക്കൊരു 12 hour 13 hour അതിൽ തന്നെ കിട്ടും. നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ ഇവിടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ്സാണ് നമ്മൾ കാണാം. അതിനുശേഷം നമുക്കൊരു PCT ഉണ്ടാവും. PCT ഒരു പോസ്റ്റ് ചാപ്റ്റർ ടെക്സ്റ്റ് പോലെയാണ്. വെച്ചാൽ ലൈവ് സെഷൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ക്ലാസ് ഒക്കെ കണ്ട് ഓക്കെ ആയി, കൺസെപ്റ്റ് ഒക്കെ കിട്ടിയോ എന്ന് അറിയാനുള്ളൊരു ചെറിയൊരു ചെക്കിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. കോഡ് ബ്ലൂ ആണ് ആദ്യം ചെയ്യുക. കോഡ് ബ്ലൂ തന്നെ PYQ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം എല്ലാ ഏരിയക്കും നമ്മളൊന്ന് കവർ ചെയ്ത് പോകും. അതിനുശേഷം നമുക്ക് ലൈവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ടാവും. ഓൾറെഡി വീഡിയോ ക്ലാസ് കണ്ടതാണ്, പക്ഷേ നമുക്ക് കുറേ കൺസെപ്റ്റ് അതങ്ങനെയാണോ ഇങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടാവില്ല. അത് നമ്മൾ പിന്നെ ലൈവ് ക്ലാസ്സിൽ സാർ വരുമ്പം മാർക്ക് ചെയ്ത് വെച്ചിട്ട് സാറോട് ഡൗട്ട് വയ്ക്കും. പിന്നെ ആ വീക്കിൻ്റെ എൻഡിൽ ഒരു ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ മൊത്തം ഒരു 720 കമ്പൈൻഡ് മിഷൻ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ 84 ചാപ്റ്റേഴ്സിൻ്റെ ഒരു 720 ചലഞ്ച് എക്സാം ഉണ്ടാവും. ആഷിഖ് സാറൊക്കെ പറയാം, ഈ എക്സാമിന് നിങ്ങൾ ഇതുവരെ പഠിച്ച ഈ വീക്കിൽ പഠിച്ച ചാപ്റ്റേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യാം. എന്നിട്ട് അതിന് ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഒരു തെറ്റ് വരാണ്ട് നോക്കുക. അപ്പം ഈ ചാപ്റ്റേഴ്സ്, ഈ 12 ചാപ്റ്റേഴ്സ് നമുക്ക് എന്താക്കും, പക്കയാവും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ്, സൈൻ വേവിൻ്റെ ഒരു ഗ്രാഫ് ആയിരിക്കും എന്നാണ് അവരെല്ലാവരും പറയാം. അതായത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഗ്രോത്ത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിപ്പ് വരും. അത് നമുക്ക് ആവശ്യമാണ്. ആ ഡിപ്പ് വരുമ്പോഴാണ് പിന്നെ നമ്മൾ വീണ്ടും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങാം.
ഡോപ്പൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് തന്നെ പറഞ്ഞാൽ ടാലൻ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് വേണമെന്നാണ്. അതായത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് എന്തായാലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് തരും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മാക്സിമം എത്രയാണോ അത്രയും നമ്മൾ കഷ്ടപ്പെടുക, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ഒട്ടും ബാക്ക് ആവാണ്ട് നോക്കുക. കഴിഞ്ഞ വർഷം ഞാൻ ജസ്റ്റ് റാൻഡമായിട്ടൊന്ന് നീറ്റ് എക്സാം എഴുതിയത്. അപ്പോൾ എനിക്ക് ഒന്നും ടൈം മാനേജ്മെൻറ്റ് ഒന്നും തീരെ ക്ലിയർ അല്ല. 3 മണിക്കൂറിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ടൈം മാനേജ്മെൻറ്റ് എത്രയോ ബെറ്ററായി. ആഷിഖ് സാർ നിയാസ് സാറൊക്കെ ഇപ്പോൾ പറയാറുണ്ട്, ഒരു റിപ്പീറ്ററിന് ലൈഫിൽ അങ്ങോട്ട് എന്തും തരണം ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ സ്ട്രെസ്സ് ഓവർകം ചെയ്യാൻ ഇവിടുന്ന് ശരിക്കും പഠിക്കുന്നുണ്ട്.